KSRTCയുടെ പുത്തൻ സ്വിഫ്റ്റ് ബസ്സുകളുടെ ചേസ് പൊട്ടിയ റിപ്പോർട്ടർ വാർത്തയിൽ ഇടപെട്ടിരിക്കുകയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. അശോക് ലെയ്ലൻഡ് കമ്പനിയോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ചേസ് പൊട്ടിയതിന് നിർമ്മാണത്തിലെ അപാകത മൂലമാണെന്നാണ് ഔദ്യോഗിക വിലയിരുത്തൽ. ബോഡി ബിൽഡ് അലൈൻമെന്റിന്റെ വ്യത്യാസം വന്നാലും ചേസ് പൊട്ടാൻ സാധ്യതയുണ്ട്. അത് കണ്ടുപിടിക്കും എന്നാണ് മന്ത്രി പറയുന്നത്. കമ്പനി വന്ന് നന്നാക്കുന്നത് വരെ അശോക് ലെയ്ലൻഡിന് പണം കൊടുക്കില്ല. ചേസ് പൊട്ടിയ ബസ്സുകൾ നിരത്തിലിറക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇന്നലെയും ഇന്നുമായി റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന വാർത്തയുണ്ട്. അസാധാരണമായ ഒരു സംഭവം, അതായത് 2 വർഷം മാത്രം പഴക്കമുള്ള 2 ബസ്സിൻ്റെ ചെയ്സ് ഉൾപ്പെടെ പൊട്ടിയതുൾപ്പെടെയുള്ള സംഭവത്തിൽ പ്രതികരിക്കാനാണ് മന്ത്രി ചേരുന്നത്. ഇതൊരു അസാധാരണ സംഭവമല്ലേ സാർ? എന്താ തോന്നുന്നത് ഇതിനകത്ത്? ഇത് KSRTCയിൽ ഞാൻ അന്വേഷിച്ചിടത്തോളം KSRTCയിൽ ആദ്യത്തെ സംഭവമാണ്. പൊതുവിൽ സ്വകാര്യ ബസ്സുകാരോടും മറ്റും ചോദിക്കുമ്പോൾ ഈ വണ്ടിയുടെ ചേസസ് പൊട്ടാറില്ല. ബസ്സിൻ്റെ ലോറിയുടെ ഒക്കെ പൊട്ടും. ലോറി വലിയ ഈ തടി കൊണ്ടുവന്ന വലിയ ലോറികളിലൊക്കെ ചേസസ് പൊട്ടിയിട്ടുണ്ട്. വെയിറ്റ് കൊണ്ടും റോഡിൻ്റെ ഒക്കെ. ഇപ്പം നല്ല കേരളത്തിലെ റോഡുകളുടെ കണ്ടീഷൻ വളരെ നല്ലതാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഈ വണ്ടികളെല്ലാം പോകുന്ന വളരെ നല്ല റോഡിൽ കൂടെയാണ്. MC റോഡൊക്കെ മിക്കവാറും റോഡുകളെല്ലാം മലയോര മേഖലയിൽ പോകുന്ന എല്ലാ റോഡും നല്ല റോഡുകളാണ്. ഒരു വണ്ടിയുടെ 2 ചേസസും പൊട്ടിയിരിക്കുകയാണ്, 2 റെയിലും പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ഈ ക്രോസ് ആയിട്ട് വരുന്ന റെയിൽ പൊട്ടാറുണ്ടെന്ന് പറയുന്നു എഞ്ചിനീയേഴ്സ്. പക്ഷെ അങ്ങനെ പൊട്ടാറില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ ലൈലൻഡ് കമ്പനിക്ക് വാർത്ത പുറത്ത് നിങ്ങൾ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ലൈലൻഡ് വണ്ടിക്ക് വിശദീകരണം ചോദിച്ചുകൊണ്ട് ലൈലൻഡ് കമ്പനിക്ക് KSRTC MD മെയിൽ അയച്ചു കഴിഞ്ഞു. മാത്രമല്ല ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ എഞ്ചിനീയറിംഗ് വിങ്ങിനോട് അന്വേഷിക്കാനും CMD ഉത്തരവാക്കിയിട്ടുണ്ട്. അപ്പോൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റിലേ വരാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇതുവരെയുള്ള KSRTC എഞ്ചിനീയേഴ്സിൻ്റെയും CMDയുടെയൊക്കെ ഔദ്യോഗികമായ ഒരു വിലയിരുത്തലിൽ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്, അല്ലാതെ കേരളത്തിലെ റോഡിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ ഓടിച്ചാളിൻ്റെ കുഴപ്പമൊന്നുമല്ല. ഇതേ സമയത്ത് തന്നെ ഒരുപാട് ബസ്സുകൾ വേറെയും ആ സമയത്ത് KSRTC വാങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായും അതൊന്ന് പരിശോധിക്കേണ്ടതല്ലേ മിനിസ്റ്റർ? അല്ലേ, ഒരു ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആകുമ്പോൾ ഒരു ബാച്ചിൻ്റെ മിസ്റ്റേക്ക് വല്ലതാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. അതിന് കിട്ടുന്ന എല്ലാ രേഖകളും, നിങ്ങൾ തന്ന രേഖകളെല്ലാം പരിശോധിക്കും. നിങ്ങൾ മാധ്യമങ്ങളിലൂടെ നൽകുന്ന രേഖകളെല്ലാം കൃത്യമായി സുതാര്യതയോടെ പരിശോധിക്കും. എന്താണ് കമ്പനി ഇങ്ങനൊരു സാധനം നമുക്ക് തന്നത് എന്നുള്ളതാണ്. ചേസ് ബോഡി തന്നെ അങ്ങനെ വളരെ കുഴപ്പം പിടിച്ച എന്തെങ്കിലും ബോഡിയുടെ ഫിറ്റിങ്സിലെല്ലാം കുഴപ്പം പറ്റിയാൽ പൊട്ടാനുള്ള സാധ്യത. പക്ഷേ പൊട്ടിയിരിക്കുന്നത് മെറ്റൽ ക്രാക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് പരിശോധിച്ചതിൽ നിന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക്നിക്കൽ പറയുന്നത് അങ്ങനെ ഉണ്ടാവാറില്ല എന്നാണ് അവരുടെ അനുഭവത്തിൽ പറയുന്നത്. 2 വണ്ടി പൊട്ടിയിട്ടുണ്ടെന്നാണ് CMD ഇപ്പം. ഞാൻ ഒരു വണ്ടിയാണ് നിങ്ങൾ TVയുടെ ദൃശ്യത്തിൽ കണ്ടത്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ന് CMD റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 2 വണ്ടിയുടെ ചേസ് പൊട്ടിയിരിക്കുകയാണ്. ചേസ് റിപ്പയർ ചെയ്യുന്നുള്ള വാർത്ത അങ്ങനെ കൊടുക്കണ്ട, ഞങ്ങൾ റിപ്പയർ ചെയ്യില്ല, കമ്പനി തന്നെ വരണം. കമ്പനിക്ക് അതുകൊണ്ട് കമ്പനിയുടെ കുറച്ച് പൈസ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൊടുക്കില്ല. ഇത് റെക്ടിഫൈ ചെയ്യാതെ കൊടുക്കില്ല. 2 വണ്ടിയും ഇനിയിപ്പോൾ വെൽഡ് ചെയ്ത് ഓടിക്കണ്ട എന്ന് തന്നെയാണ് ഗതാഗതത്തിന് തീരുമാനം. അങ്ങനെയൊന്നും ഓടിക്കില്ല. കമ്പനിക്കാർ വരണം, അവരെന്താണെന്ന് വെച്ചാൽ റെക്ടിഫൈ ചെയ്ത് തരണം. തരാത്ത വർഷം ലൈലൻഡ് എന്ന് വണ്ടി എടുക്കുന്നതായിരിക്കും നമ്മൾ ആലോചിക്കും. പൈസ നമ്മുടെ കയ്യിലുണ്ട്, പൂർണ്ണമായും പൈസ കൊടുത്തിട്ടില്ല. അത് വേണമെന്ന് പറഞ്ഞാൽ അവർ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടേ ഇനി പൈസ റിലീസ് ചെയ്യത്തുള്ളൂ എന്ന്, അങ്ങനെ ചെയ്താൽ മതിയെന്ന് CMDയോട് പറഞ്ഞിട്ടുണ്ട്. മറ്റ് ബസ്സുകളുടെ പരിശോധിക്കുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും ചുമതല കൊടുക്കുമോ മിനിസ്റ്റർ? എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനൊന്നും പൊട്ടൽ കാണുന്നില്ല വേറെ വണ്ടികളിൽ. ഈ 2 വണ്ടികൾ കണ്ടു, അത് നമ്മൾ പരിശോധിക്കുകയാണ്. പരിശോധിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഓരോ വണ്ടിയായിട്ട് ആ ബാച്ചിൽ വന്ന വണ്ടികളെ ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ തൽക്കാലം അതിലൊന്നും കുഴപ്പം കാണുന്നില്ല. നമ്മുടെ ഡ്രൈവറുടെ ഒരു ഡ്രൈവിംഗ് ഉണ്ടോ, റോഡിൻ്റെ ഒരു കണ്ടീഷനോ പൊട്ടാനുള്ള സാധ്യതയില്ല. എത്ര വലിയ കട്ടറിൽ വീണാൽ അത് പൊട്ടൂല. ബസ്സിനെ കുറിച്ചിട്ടൊക്കെ നല്ല ധാരണയുള്ളതാണ്. സാധാരണ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചേസിൽ പിന്നെ ക്വാളിറ്റി കുറവുള്ള ചേസും ക്വാളിറ്റിയുള്ള ചേസും ഉണ്ടാവാറുണ്ടോ താങ്കളുടെ അനുഭവത്തിൽ? അല്ല, എല്ലാ വണ്ടികൾക്കും നമ്മളിപ്പോൾ ഒരു ചെറിയ മാരുതി കാർ വാങ്ങിച്ചാൽ പോലും ക്വാളിറ്റി കൺട്രോളിൻ്റെ ഒരു OK സ്റ്റിക്കർ കാണും. ആ സ്റ്റിക്കർ ഇതിൽ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഞാൻ ബസ് വാങ്ങിച്ച് പരിചയമില്ല, കാർ വാങ്ങിക്കുമ്പോൾ കാണാറുണ്ട്. പക്ഷെ അത് ഞാൻ ചോദിച്ചിട്ട് പറയാം. TV പ്രസാദ് നമുക്ക് പറഞ്ഞു. TV പ്രസാദ്, തീർച്ചയായിട്ടും ഗതാഗത മന്ത്രി നമ്മുടെ വാർത്തയിൽ ഇടപെട്ടതിന് അഭിനന്ദനം അർഹിക്കുന്നു. മാത്രവുമല്ല, അദ്ദേഹം കടുത്ത തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. റിപ്പയർ ചെയ്ത് ഈ പരിപാടി എന്തായാലും ഒതുക്കി തീർക്കാൻ അദ്ദേഹം ഇല്ല എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അശോക് ലൈലൻഡ് കമ്പനി അധികാരികളെ വിളിച്ചു വരുത്തും, പ്രതിനിധികളെ വിളിച്ചു വരുത്തി ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നതിന് വിശദീകരണം തേടും. ആ വാഹനം തിരിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ന്യായയുക്തമായ നടപടി മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഇതടക്കം മന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത് നമ്മുടെ വാർത്തയോട്? TV പ്രസാദ്. അരുൺ പറഞ്ഞതുപോലെ KB ഗണേഷ് കുമാറിൻ്റെ ഈ ഇടപെടൽ എന്തായാലും അഭിനന്ദനീയം തന്നെയാണ്. വാർത്ത കണ്ടാണ്
പ്രതികരണം തരാം എന്ന് മന്ത്രി പറയുകയും ചെയ്ത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ് അരുൺ ഇക്കാര്യത്തിൽ. അതായത് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് അക്ഷരാർത്ഥത്തിൽ അതുപോലെ സ്ഥിരീകരിക്കുകയാണ് KSRTCയും ഗതാഗത വകുപ്പും എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അരുൺ തന്നെയാണ് രണ്ട് വാർത്തയും വായിച്ചത്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ് ഇത് സാധാരണ സംഭവിക്കാത്ത ഒരു സംഭവമാണ് എന്നുള്ളത്. അതുതന്നെയാണ് ആദ്യം ഗതാഗത മന്ത്രി ഗണേഷ് കുമാറും പറയുന്നത്. KSRTCയിൽ ഇത് ആദ്യമാണ്. ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ വലിയ ലോഡുകൾ കൊണ്ടുപോകുന്ന ലോറികളുടെ ചേസിസ് ചിലപ്പോൾ ഇങ്ങനെ പൊട്ടാറുണ്ട്, പക്ഷേ ബസ്സുകളുടേത് അങ്ങനെ ഉണ്ടാവാറില്ല. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ 3 കാര്യങ്ങൾ അരുണിന് ഓർമ്മയുണ്ടാകും. അതായത് നമ്മളൊന്ന് പറഞ്ഞു, ഒന്നിക്കിൽ നിർമ്മാണത്തിലെ അപാകത, അല്ലെങ്കിൽ ബോഡി ബിൽഡ് ചെയ്യുന്ന സമയത്തുണ്ടായ അപകടം, അല്ലെങ്കിൽ ഏറ്റവും വലിയ അപകടം. ഈ 3 സാധ്യതയുള്ളൂ. നിലവിൽ KSRTCയിലെ എഞ്ചിനീയർമാർ പഠിച്ച് മന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത് ഇത് നിർമ്മാണത്തിലെ അപാകത തന്നെയാണ് എന്നുള്ളതാണ്. അരുൺ, ഗുരുതരമായ പ്രശ്നം അവിടെ തുടങ്ങുകയാണ്. ഈ 2 ബസ്സുകളുടെ ചേസിസ് പൊട്ടാനുള്ള കാരണം നിർമ്മാണത്തിൽ അപാകതയാണെങ്കിൽ ആ ബാച്ചിൽ KSRTC വാങ്ങിച്ച 131 ബസ്സുകളും ഒരുപക്ഷെ അതേ ബാച്ചിൽ പെട്ടതാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ എങ്ങനെയാണ് ആ പർച്ചേസ് നടന്നത് എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജുവാണ്. ഗതാഗത സെക്രട്ടറിയും KSRTC MDയും അന്ന് ബിജു പ്രഭാകറാണ്. ഈ 2 പേരും ഇരിക്കുമ്പോഴാണ് ഇത്രയേറെ ബസ്സുകൾ വാങ്ങിയത്. ആ ബസ്സിലെ 2 ചേസുകളാണ് പുത്തൻ സ്വിഫ്റ്റിൻ്റെ 2 ചേസുകൾ ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത്. അത് മന്ത്രി സ്ഥിരീകരിക്കുന്നു. മാത്രമല്ല, അതിലെടുത്തിരിക്കുന്ന ഒരു കടുത്ത തീരുമാനം അറ്റകുറ്റപ്പണി നടത്തി അത് റോഡിലേക്ക് ഇറക്കേണ്ടതില്ല. മാത്രമല്ല, ഈ കമ്പനിയോട് വിശദീകരണം ചോദിച്ചു കഴിഞ്ഞു. കമ്പനി തന്നെ വന്ന് അതിൽ തീരുമാനം എടുക്കുന്നത് വരെ, അല്ലെങ്കിൽ തീരുമാനം പറയുന്നത് വരെ കൊടുക്കാനുള്ള ബാക്കി പണം കൊടുക്കേണ്ടതില്ല എന്ന പ്രധാനപ്പെട്ട തീരുമാനവും ഗതാഗത വകുപ്പ് എടുക്കുകയാണ് എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു സാധനം നമുക്ക് തന്നത് എന്ന മറു ചോദ്യമാണ് മന്ത്രി ചോദിക്കുന്നത്. അരുൺ, ഇതിൽ ഒരു ദുരൂഹമായ കാര്യം ഉയർന്നു നിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വലിയ പർച്ചേസ് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു നടപടിയാണ്. ആ നടപടി ഉണ്ടായില്ലേ എന്നുള്ളതാണ്. അതല്ല, ക്വാളിറ്റി കുറവുള്ള ബസ്സുകളാണോ അന്ന് കൂട്ടത്തോടെ വാങ്ങിയത് എന്ന സംശയമാണ് സ്വാഭാവികമായും വാർത്തയിൽ ഇപ്പോൾ KB ഗണേഷ് കുമാർ മന്ത്രി ഇടപെട്ടിരിക്കുന്നു. KB ഗണേഷ് കുമാർ ആ വാർത്ത സ്ഥിരീകരിക്കുന്നു എന്ന് മാത്രമല്ല, നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അശോക് ലൈലൻഡ് പ്രതിനിധികളെ വിളിച്ചു വരുത്തും. 2 വാഹനങ്ങളുടെ 2 ബസ്സുകളുടെ ചേസ് പൊട്ടിയ സംഭവത്തിൽ എന്തായാലും അശോക് ലൈലൻഡിന്റെ പ്രതിനിധികൾക്ക് മറുപടി പറയേണ്ടി വരും. അതിനുശേഷം മാത്രമേ ഇനി അവർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കുകയുള്ളൂ എന്ന് പറയും. പക്ഷേ അപ്പോഴും പ്രധാന ചോദ്യം, ആ ബാച്ചിൽപ്പെട്ട മറ്റു ബസ്സുകൾക്കും സമാനമായിട്ടുള്ള ഒരു ക്വാളിറ്റി ലോസ് ഉണ്ടാകുമോ, ആ ബസ്സുകളുടെയും ചേസ് പൊട്ടുമോ എന്ന ചോദ്യമാണ്. അതും മിനിസ്റ്റർ തന്നെ പറയുന്നു. ഇത് പരിശോധിച്ചതിന് ശേഷം വേണ്ടി വന്നാൽ ആ ബാച്ചിൽ വാങ്ങിയ എല്ലാ ബസ്സുകളുടെയും ചേസുകൾ പരിശോധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ മറ്റെന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യം കൂടി ഒരുപക്ഷെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമായിരിക്കും.